Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രത്തിന്റെ ഒക്ടോബർ മന്ത് എനർജി ലെവൽ എന്താന്ന് നോക്കാം. എന്തൊക്കെ മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ലൈഫിലേക്ക് ഉണ്ടാകുക, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഉണ്ടാകുക ഒക്ടോബർ മന്ത്. ഓക്കെ, എന്തൊക്കെ ബ്ലെസ്സിങ്സ് അവർക്ക് വരാനുണ്ട്, കരിയർ, അതുപോലെ ഫാമിലി ലൈഫ്, പ്രൊഫഷൻ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഇവർക്ക് എന്താണ് ബ്ലെസ്സിങ്സ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നൽകുക, ഇവര് എന്ത് ഗൈഡൻസ് ആണ് അറിയേണ്ടത് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് വരിക അവരുടെ ലൈഫില്. ഓക്കെ, ഒക്ടോബർ മന്ത് റീഡിംഗ് ആണ്. കരിയർ ഗ്രോത്ത് ഇങ്ങനെയാകാം, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ്. നമുക്ക് റീഡിങ്ങിലേക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് പുതിയ എന്തോ ജോലി കിട്ടുന്ന ഉള്ള സാധ്യത ഈ മാസമുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാനോ ഒക്കെ ഉള്ള ഒരു തുടക്കത്തിന്റെ ഒരു സ്റ്റാർട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ആലോചിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾ തുടങ്ങുന്നുണ്ട്. അത് എപ്പോഴും ധനസമ്പാദനത്തിനുള്ള ഒരു വഴിയാണ്, അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. അതായത് നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് കാര്യത്തിലും റിസ്ക് ഉണ്ടാവും. അപ്പോൾ ആ റിസ്കിലൂടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വിദേശത്ത് പോകാനുള്ളവർക്ക് ഒക്കെ ആ ഒരു സമയമാണ്. പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ നിങ്ങളുടെ വിദേശത്ത് പോകുന്നതിനും നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നു, അതായത് നിങ്ങളിപ്പോ ഹോൾഡ് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളെ കൊണ്ട് മുന്നോട്ട് അത് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തയാണ്. അതോ ഗിവ് അപ്പ് ചെയ്യണോ, ഉപേക്ഷിക്കണോ എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നന്നായിട്ട് അലട്ടുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾ നിങ്ങളുടെ കരിയർ ലൈഫിലോ അതായത് ഫാമിലി ലൈഫിലോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോ ആ വെല്ലുവിളികൾ പക്ഷേ നിങ്ങൾ അതിജീവിക്കും, നിങ്ങൾ സക്സസ് ആയി മാറും. പക്ഷേ ആ ഒരു ചെറിയൊരു സമയം, പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ ചിന്തിക്കും, എന്നെ കൊണ്ട് ഇത് കഴിയില്ലായിരിക്കും, ഇത് അതിജീവിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരിക്കും, ഞാനിത് ഇവിടെ വെച്ച് ഉപേക്ഷിച്ചാലോ, ഞാനിത് കൊണ്ട് മുന്നോട്ട് പോകണമോ, എൻ്റെ ഈ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എനിക്ക് ഈ ഇത്രയും വെല്ലുവിളികൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫേസ് ചെയ്യാനുള്ള ശേഷി എനിക്ക് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള വളരെ വലിയ വലിയ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന ഉണ്ടാകുക, പ്രാർത്ഥിക്കുക. ഓക്കെ, അതുപോലെ യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുക. ആരോഗ്യത്തിലൊക്കെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനൊന്നും താമസം വേണ്ട. ഓക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ സോൾവ് ചെയ്ത് പോവുക. വിദേശത്തേക്ക് പോകാനുള്ള ടൈമാണ്. ഈ ഒരു വെല്ലുവിളികളുടെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പോകാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്നറിയില്ല. ഒരു പക്ഷെ ഇച്ചിരി നീണ്ടു പോകാനുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം അതിനുശേഷമാണ് വെല്ലുവിളികളൊക്കെ നമ്മൾ കാണുന്നത്. റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വെല്ലുവിളികളാണ്. പക്ഷെ ചിലപ്പോൾ ഈ വെല്ലുവിളികളെ അതിജീവിച്ചാൽ നിങ്ങൾക്ക് എബ്രോഡ് പോകാനുള്ള വഴി തുറന്നു കിട്ടുകയും ചെയ്യാം. അതായിരിക്കും ചിലപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു മന്തിൽ നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവര് വിവാഹം നടക്കാൻ ഈ മാസം ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിന്റെ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, അല്ലെങ്കിൽ ഉറപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, കണ്ടിഷ്ടപ്പെടുക, ഇങ്ങനെയുള്ളതൊക്കെ ഈ മാസം സന്തോഷകരമായി നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു വിവാഹ ബന്ധത്തിലേക്ക് എത്തിപ്പെടും. കൂട്ടുകാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾ ഒരു എന്താ പറയാ, ഗെറ്റ് ടുഗദർ, ഓൾഡ് ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് ഒരു ആഘോഷവും ഒരു സെലിബ്രേഷനും ഒക്കെ നടത്താൻ ഈ മാസത്തിൽ സാധ്യതകൾ ഏറെയാണ്. അതൊക്കെ നിങ്ങളെ മനസ്സിന് വളരെ സന്തോഷം തരുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് സ്ട്രഗിൾസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതായത് ഒരു ഒക്ടോബർ മിഡ് തൊട്ട് ഇങ്ങോട്ട് നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട്
ഭയങ്കര ഹൈ എനർജിയിലാണ് നിങ്ങളുള്ളത്. സോ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് എങ്ങനെയും പൊരുതി വിജയിക്കണം, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാണ്. നിങ്ങളുടെ കരിയർ ആയാലും നിങ്ങളുടെ ബിസിനസ് ആയാലും എന്തും ഓക്കെ. വെല്ലുവിളികളൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ നല്ലതാണ്, കുടുംബജീവിതമൊക്കെ വളരെ ഹാപ്പിയാണ്. എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ കരിയറിലാണ് നമ്മൾ കുറച്ചൊന്ന് വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ബിസിനസ്സിലൊക്കെ ആയിരിക്കും കുറച്ച് ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് ഡൗൺ ആവുന്ന ഒരു സ്റ്റേജ് കാണുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഓവർകം ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ശാശ്വതമല്ല, അത് അവിടെ തന്നെ ഇങ്ങനെ തന്നെ നിൽക്കില്ല. നമ്മളും അതുപോലെ എന്ത് ചെയ്യരുത്, അവിടെ സ്റ്റിക്ക് ഓൺ ആവേണ്ട കാര്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മൂവ് ചെയ്യുക. അപ്പോൾ ആ ഒരു അപ്സ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ പ്രോബ്ലത്തിൽ നിന്ന് പിന്നെ കയറുമ്പോൾ നമ്മുടെ ലവ് ലൈഫ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഫ്രണ്ട്സ് എല്ലാം ഹാപ്പിനെസ് ആണ്, പിന്നെ അങ്ങോട്ട് ഹാപ്പിനെസ് ആണ്. ഓക്കെ. യൂണിവേഴ്സിന്റെ ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി വൈബിൽ എത്തുന്നുണ്ട്, ഒരു കുതിപ്പാണ് മുന്നോട്ടുള്ള. ഓക്കെ. അതായത് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യണോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന വ്യക്തിയിൽ നിന്ന് വലിയൊരു ട്രാൻസ്ഫോർമേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ. യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ലൈഫിൽ കിട്ടുന്നുണ്ട്. പിന്നെ അമ്മയാകാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ ഒരു അവസരമൊക്കെയാണ് ഇപ്പോൾ. ആ ഒരു സന്തോഷ വാർത്തയൊക്കെ ചിലപ്പോൾ അറിയാനുള്ള ഭാഗ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുമൊക്കെ കാണുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ എനർജിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജി ആക്സെപ്റ്റ് ചെയ്യുക, പോസിറ്റീവ് വൈബ് ആക്സെപ്റ്റ് ചെയ്യുക, അട്രാക്ട് ചെയ്യുക. ഓക്കെ. അല്ലാത്തത് ഇഗ്നോർ ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. just put a message to it. Okay. I will contact you. Hope you like this video. Stay tuned. Have a nice day. Thank you for watching.